ബ്രൂവറി വിഷയത്തിൽ അതിനിർണായകമായിട്ടുള്ള ഒരു രേഖയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ ബ്രൂവറി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാമെന്നായിരുന്നു സർക്കാരും അതുപോലെ തന്നെ ബ്രൂവറി ആരംഭിക്കാൻ പോകുന്ന ഒയാസിസ് കൊമേഴ്ഷ്യലും കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ തള്ളിയിരുന്നു. ഒയാസിസ് ആരംഭിക്കാൻ പോകുന്ന ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയില്ല എന്നായിരുന്നു പഞ്ചായത്ത് പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ തന്നെ മുതൽ അറിയിച്ചിരുന്നത്. ഇപ്പോൾ KSEDC ഈ മീറ്റിംഗിലേക്ക് ഒയാസിസുമായി ബന്ധപ്പെട്ട മീറ്റിംഗിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിയും പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ KSEDC പഞ്ചായത്ത് സെക്രട്ടറിയെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അറിവും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു തന്നെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു കത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ തങ്ങൾക്ക് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ കമ്പനിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അന്ന് തന്നെ നടത്താമായിരുന്നു. അതുപോലെ തന്നെ ഈ അനുമതി ലഭിക്കുന്നതുവരെ അല്ലെങ്കിൽ ഇത് വിവാദമാവുന്നവരെ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ രേവതി ബാബു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിലെ BJP അംഗങ്ങൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. അതായത് നിങ്ങളുടെ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് കൃത്യമായി തന്നെ വിവരങ്ങൾ അറിയാമായിരുന്നുവെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അത് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു കത്താണ് KSEDCയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് 2024 ഫെബ്രുവരി 14 ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി KSEDC യോഗം വിളിച്ചിരിക്കുന്നത്. അതായത് യോഗത്തിന് ക്ഷണിച്ചിരിക്കുന്നത് 26-ാം തീയതിയായിരുന്നു ആ യോഗം. അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കാര്യങ്ങളൊന്നും ഭരണസമിതി അറിഞ്ഞിട്ടില്ല എന്നാണ് ഭരണസമിതി ഉൾപ്പെടെ അറിയിക്കുന്നത്. അല്ല, 2024 ഫെബ്രുവരി മാസം 14-ാം തീയതി രേഖാമൂലം സെക്രട്ടറി കത്ത് വന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അന്ന് കത്ത് 26-ാം തീയതി പങ്കെടുക്കാൻ വേണ്ടി കത്ത് വരികയും അസിസ്റ്റന്റ് സെക്രട്ടറിയെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ ഭരണസമിതിയുടെ മുമ്പാകെ ഇല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിൽ ഈ വിഷയം ഉന്നയിക്കാത്തത്? പ്രസിഡന്റ് പറയുന്നു പ്രസിഡന്റ് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സെക്രട്ടറി എന്തുകൊണ്ട് അറിയിച്ചില്ല? ഇത് ഭരണപക്ഷത്തിൻ്റെ ഒത്തുകളിയോട് കൂടി ഇത് മനഃപൂർവ്വം മാറ്റിവെച്ച് ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇതിൽ നിഗൂഢതകളുണ്ട്. കാരണം ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത ഒരു ഭരണസമിതിയിൽ ഒരു അംഗമായതുകൊണ്ട് ഇനി സെക്രട്ടറി എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴും സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എനിക്കറിയില്ല എന്നുള്ളതാണ്. ഇതിൽ നിഗൂഢത എന്താണോ അതിൽ ഭരണസമിതിക്ക് പങ്കുണ്ടെങ്കിൽ ശക്തമായി ഞങ്ങൾ എതിർക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഒയാസിസ് എന്ന പേര് അറിയില്ലായിരുന്നു എന്നല്ല നിങ്ങൾ ചോദിച്ചപ്പോൾ സെക്രട്ടറി? തീർച്ചയായിട്ടും സെക്രട്ടറിയോട് ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്വേഷണമോ ഒരു കമ്പനിയുടെ പേര് തന്നെ അറിയില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വൻ ചതിയാണ് ഇവിടെ സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭരണസമിതി ഇത് കൃത്യമായിട്ട് അന്വേഷിക്കാത്തത് ഭരണസമിതിയുടെ വീഴ്ച തന്നെയാണ്. പ്രസിഡന്റ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ അറിയില്ല എന്ന്. പക്ഷേ സെക്രട്ടറിക്ക് ഫെബ്രുവരി 14-ാം തീയതി തന്നെ കത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി മറച്ചു വെച്ചതാണോ ഇനി ഭരണസമിതിയോടുകൂടിയുള്ള ഒത്തുകളിയും മറച്ചു വെച്ചതാണോ എന്ന് ജനം തിരിച്ചറിയണം. കാരണം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായിട്ട് തന്നെയാണ് BJPക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഈ കമ്പനി ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ അനുവദിക്കില്ല എന്ന് തന്നെയാണ് BJPക്ക് പറയുന്നത്. ആരാണ് ജനങ്ങളെ കബളിപ്പിച്ചതെന്നാണ് അറിയേണ്ടത്? അത് ഭരണസമിതി ഉൾപ്പെടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇപ്പോൾ സാധാരണ ഒരു കത്ത് വരുന്നത് പ്രസിഡന്റിന് വരുന്നില്ല. ഉദ്യോഗസ്ഥ സെക്രട്ടറിയാണ് ഈ പഞ്ചായത്തിൻ്റെ നാഥൻ. ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വന്നതുണ്ട്. എന്തുകൊണ്ടാണ് അറിയിക്കാത്തത്? അതാണ് അറിയാനുള്ളത്. കാരണം പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണോ അതോ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണോ ഈ ബോർഡ് മീറ്റിങ്ങിൽ ഈ വിഷയം അവതരിപ്പിക്കാത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സംശയമുണ്ട്. ആ സംശയം ഞങ്ങൾ തീർക്കും. കാരണം ഏത് അറ്റം വരെ പോയാലും ഇതിൻ്റെ പിന്നിൽ എന്ത് നിഗൂഢതയുണ്ടെങ്കിൽ ഞങ്ങളത് ശക്തമായി എതിർക്കും. BJP അന്വേഷണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതെ കാരണം ഇതിൽ എല്ലാ ബോർഡിലും നമ്മൾക്ക് അജണ്ട തന്നെ വെക്കുന്നത് കത്തുകളും തപാലുകളും. ഒരു അജണ്ടയിലും ഈ കാര്യം അജണ്ട വന്നിട്ടില്ല. ഈ അജണ്ട വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കത്തിൻ്റെ കാര്യം ഇതുവരെ ബോർഡ് മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ടില്ല. അത് സെക്രട്ടറിൻ്റെ പിഴവുകേടാണെങ്കിൽ അത് പ്രസിഡന്റും കൂടി അത് അറിയേണ്ടതാണ്. ഈ രണ്ടുപേരും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ളത് നമുക്കത് 2024 ഫെബ്രുവരി 14 ഈ കത്ത് ക്ഷണിച്ചുകൊണ്ടുള്ള ഈ യോഗത്തിൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കത്ത് വരുന്നത് 26-നായിരുന്നു. അതായത് 2024 ഫെബ്രുവരി 26-നായിരുന്നു ഈ യോഗം. അതായത് ഒയാസിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ഈ യോഗം. ഇത് ഇന്ന് വരെ ഒരു ബോർഡ് യോഗത്തിലും ഇത് അജണ്ടയിൽ വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നടക്കുന്ന സെക്രട്ടറിയോട് ഞാൻ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ചോദിച്ചിരുന്നു. ആ ഓൺലൈൻ മീറ്റിംഗ് ഡേറ്റിൽ അതിൽ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഓൺലൈനിൽ ഒരു ദിവസം ചിലപ്പോൾ 4 or 5 ഓൺലൈൻ മീറ്റിംഗ് അതിൽ ഡേറ്റൊക്കെ ഇപ്പോൾ കറക്റ്റായി ഓർമ്മ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ മറുപടി. അപ്പോൾ അതിൽ തന്നെ ഇതിലിപ്പോൾ ഈ കത്തും കൂടി കിട്ടിയ സ്ഥിതിക്ക് അതിൽ എന്തോ ഒരു നിഗൂഢത, ഒരു സെക്രട്ടറിക്ക് ഓൺലൈൻ മീറ്റിംഗിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡേറ്റ് ഓർമ്മയില്ല പറയണമെങ്കിൽ അതിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. KSEDC ക്ഷണിച്ചുകൊണ്ടുള്ള അതായത് ബ്രൂവറി വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി KSEDC പഞ്ചായത്ത് സെക്രട്ടറി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഈ കത്തിനെക്കുറിച്ച് ഭരണസമിതിക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾക്കോ യാതൊരു രീതിയിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ പ്രതിഷേധം അറിയിക്കുമായിരുന്നെന്നാണ് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിയും അറിയിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിഗൂഢതകളും ദുരൂഹതകളും പുറത്തു വരണമെന്നാണ് പഞ്ചായത്തിലെ BJP അംഗങ്ങളും ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.